സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ഇനിമേൽ ശാപത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എന്തിനെ കുറിച്ച് ചിന്തിക്കണം? അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരു സ്ഥലം, ഒരു വ്യക്തി, ഒരു അന്തരീക്ഷം ഇനിമേൽ ശാപമല്ല, മറിച്ച് അനുഗ്രഹം. അനുഗ്രഹം, അനുഗ്രഹം. അതെത്ര ഇരുട്ടിലുള്ള സ്ഥലത്താണെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചോണം. അവിടെ ശാപമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് നിന്റെ അധരത്തിൽ നിന്ന് വീഴേണ്ടത് അനുഗ്രഹമാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടില് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണല്ലോ പല പ്രതിസന്ധികളും. ആ വീട്ടില് എന്തെങ്കിലും ഈ നാളുകളിൽ വലിയൊരു ഞെരുക്കം, വലിയൊരു ഭാരം, എന്തോ ശാപം പിടിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ വീട്ടിൽ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഉയരട്ടെ. അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഉയരണം. അനുഗ്രഹം ഉയർന്നാൽ നിങ്ങളുടെ മകനെക്കുറിച്ച് നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഭാഷ, മകളെക്കുറിച്ച് അനുഗ്രഹിക്കുന്ന ഭാഷ, സഹോദരനെ കുറിച്ച് അനുഗ്രഹിക്കുന്ന ഭാഷ, അപ്പൻ അമ്മയെ കുറിച്ച് അനുഗ്രഹിക്കുന്ന ഭാഷ, നമ്മൾ അയൽവാസികളെ കുറിച്ച് അനുഗ്രഹിക്കുന്ന ഭാഷ, അനുഗ്രഹത്തിന്റെ ഭാഷ ഉയരുന്നതനുസരിച്ച് നമ്മുടെ വീട്ടിൽ അത് നിറയാൻ തുടങ്ങും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് നീ ശ്രദ്ധിക്കണം. പറഞ്ഞു കൊടുത്തേ. ഇത്രയൊക്കെ കൊള്ളായിരുന്നു, ഇത് വേണോ അല്ലെ? വേണോന്ന്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വായിൽ നിന്ന് ശാപം പിടിച്ചത് വീഴരുത്, ശാപം പിടിച്ചത് വീഴരുത്. അനുഗ്രഹത്തിന്റെ വാക്കുകളെ പറയാവൂ. അനുഗ്രഹത്തിന്റെ വാക്കുകൾ. നിങ്ങളൊന്ന് പ്രായോഗിക പരിശീലനം. ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. ഒരു യാത്ര പോകുമ്പോൾ ബസ്സിൽ കയറി സീറ്റ് കിട്ടിയിട്ടില്ല, ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സീറ്റ് കിട്ടിയിട്ടില്ല, സീറ്റ് കിട്ടിയാൽ കൊള്ളാം, ഉടനെ തന്നെ നമ്മൾ അനുഗ്രഹിച്ചോണം. ബസ്സിൽ കയറുമ്പോൾ തൊട്ട് അനുഗ്രഹിച്ചോണം. അനുഗ്രഹിച്ചോ, എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണം. ഓരോരോ കുഞ്ഞു 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 കാര്യങ്ങളെയും അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്, വീട്ടിലൊക്കെ അമ്മമാര് അരി കഴുകി വെള്ളത്തിലിടുന്നതിന് മുമ്പ് ഈ അരി എടുത്തിട്ട് അതിന്റെ മുകളിൽ കുരിശ് വരയ്ക്കും, അനുഗ്രഹം. പണ്ട് കേട്ടിട്ടുള്ള കാര്യം, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന്റെ അർത്ഥം എന്നറിയോ? ഈ അരി ഇത് അനുഗ്രഹമാണ്, ഇത് അനുഗ്രഹമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുരിശ് വരച്ച് ഇതൊരു അനുഗ്രഹമാണ്. ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു അനുഗ്രഹമാണ്. ബ്ലെസ്സിങ്, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അനുഗ്രഹമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഇത് എന്താണ്? അനുഗ്രഹമാണ്. ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും നമ്മൾ അനുഗ്രഹമായിട്ട് പ്രഖ്യാപിക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അബ്രാഹത്തെ അനുഗ്രഹമാക്കിയതുപോലെ നിന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം സ്വന്തമാക്കാൻ. ഇത് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രായോഗിക വഴി എന്താണ്? മറ്റുള്ളവരെ അനുഗ്രഹിക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. നിന്നെ വേദനിപ്പിക്കുന്നവര്, നിന്നെ കഷ്ടപ്പെടുത്തുന്നവര്, നിന്നെ ഞെരുക്കുന്നവര്, അവരെന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം കേട്ടോ. ഓരോരോ കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ അവസ്ഥ, അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തില്ലേ, എന്നെ പീഡിപ്പിക്കുന്നു, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. വീട്ടില് ഭർത്താവ് അസ്വസ്ഥപ്പെടുത്തുന്നു, അനുഗ്രഹിക്കൂ. ഓരോ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റുമ്പോൾ അന്തരീക്ഷം മാറും, അന്തരീക്ഷം മാറും. ദൈവമക്കളെ, ഇത് വലിയൊരു ദൈവിക ദൂതാണ്. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. പത്രോസ് ശ്ലീഹ ഇന്നത്തെ ദിവസത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും നൽകുന്ന വലിയ അനുഗ്രഹം 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിലേറ്റ് പറഞ്ഞ്, തിന്മയ്ക്ക് തിന്മയോ, തിന്മയ്ക്ക് തിന്മയോ, നിന്ദനത്തിന് നിന്ദനമോ, നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങൾ, ഞങ്ങൾ, ഞങ്ങൾ. ദൈവമേ, ഈ അനുഗ്രഹം എന്നിൽ സംഭവിക്കട്ടെ, എന്റെ വീട്ടിൽ സംഭവിക്കട്ടെ,
എന്റെ ദേശത്ത് സംഭവിക്കട്ടെ. എന്റെ ദേശത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസത്തിൽ കേട്ടോ, പോകുന്ന വഴികളിൽ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? അനുഗ്രഹം. അനുഗ്രഹം പറയണം. അല്ലാതെ ചിലരിങ്ങനെ അനുഗ്രഹം, അതല്ല. അത് നിന്റെ മുഖത്തുണ്ടാവണം, നിന്റെ പ്രവൃത്തിയിലുണ്ടാവണം. ഏത് കാര്യം ചെയ്താലും അനുഗ്രഹം. ഇത് കൊടുത്താൽ എന്താ ഗുണം? കൊടുത്താൽ എന്താ ഗുണം? നിനക്ക് കിട്ടുമെന്ന്. കൊടുത്തെങ്കിലേ കിട്ടൂ, കൊടുക്കാതെ കിട്ടത്തില്ല. വിത്താണ്, കൊടുത്താൽ അത് നിന്നിൽ സംഭവിക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് കർത്താവെ അത്ഭുതകരമായ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കണം. കരങ്ങൾ കൂപ്പുക, കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ വലിയ ഭാരമൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ അനുഗ്രഹിക്കും? എൻ്റെ ചില അവസ്ഥ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പലതും ഉണ്ടാവും. പക്ഷെ തീരുമാനം വളരെ സ്ട്രോങ് ആണ്. ഞാൻ കർത്താവിൻ ആശ്രയിക്കുന്നു. എന്നെ ദൈവം വിളിച്ചിട്ടുള്ളത് അനുഗ്രഹിക്കാനാണ്. കർത്താവ്, ഈ അനുഗ്രഹം ഞാൻ സ്വന്തമാക്കുന്നു. ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, എൻ്റെ പ്രിയരെ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ യേശുവിൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തിയിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇതാ ഈ ദിവ്യകാരുണ്യം നിന്റെ പക്കലേക്ക് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയമാണ്. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇന്നോളം എൻ്റെ ജീവിതത്തെ വഴി നടത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എൻ്റെ പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മൾ നമ്മുടെ തന്നെ അവസ്ഥയെ പ്രത്യേകമാമണ്ണം സമർപ്പിക്കുകയാണ്. നിനക്ക് നിന്നെക്കുറിച്ച് എന്താണ് ചിന്തയുള്ളത്? നീ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ കഴിവില്ലാത്ത വ്യക്തിയാണ്, ഞാനൊരു ശാപമാണ്, എൻ്റെ ജീവിതത്തിനൊരു വിലയുമില്ല, ഞാൻ എന്തെല്ലാം ചെയ്താലും അതൊരു തോൽവിയായിട്ട് മാറും, എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് നമ്മളോട് തന്നെ വിലയില്ലാത്ത, മഹത്വമില്ലാത്ത, ശാപം പിടിച്ച ചില വാക്കുകളും ചില ധാരണകളും ആലോചനകളും ഉണ്ടെങ്കിൽ വളരെ പ്രത്യേകമായി ആരാധന സമയത്ത് ആ മേഖലയിൽ ഒരു ഡെലിവറൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയരെ, നമ്മുടെ തലയ്ക്കകത്ത് അപ്രകാരമുള്ള എല്ലാ ചിന്തകളെയും ഈ പരിശുദ്ധ അൽത്താരിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കാൽവരിയിൽ കുരിശിൽ മരിച്ചവൻ എനിക്കും നിനക്കും നൽകുന്ന ഏറ്റവും വലിയ മഹത്വം നമുക്ക് വിലയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് വർഷങ്ങളായിട്ട് ചില അവസ്ഥകളിലൂടെ കടന്നുപോയി വല്ലാത്തൊരു മരവിപ്പ് അനുഭവിക്കുന്നവരുണ്ടാവും. വർഷങ്ങളായി ചില അവസ്ഥകളിലൂടെ കടന്നുപോയി മരവിപ്പ്, അതൊരു പക്ഷെ വിവാഹ ബന്ധമായിരിക്കും. ഇന്നയാളെ വിവാഹം ചെയ്തതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥ ഇങ്ങനെയായി, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ഇനി മുമ്പോട്ട് നീങ്ങുകയുള്ളൂ, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല, ഇതൊരു നാശം പിടിച്ച ജീവിതമാണ്, ഇതെങ്ങനെയെങ്കിലും തള്ളി നീക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എന്തിനാണ് ജീവിക്കുന്നതെന്ന് തന്നെ സ്വയം ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ടാവും. പലതവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളവരുണ്ടാവും. ഇനി എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. നിന്റെ ഭാരം, നിന്റെ അവസ്ഥ ഈശോയുടെ മുമ്പിൽ കൊടുത്ത് ആ മേഖലകളിൽ വലിയൊരു ഡെലിവറൻസ് നമ്മൾ സ്വീകരിക്കാൻ പോവാണ്.
തമ്പുരാനെ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച് എന്നിൽ അങ്ങ് ഇടപെടുന്ന ആ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കുമ്പോൾ കണ്ണുകളടച്ച് നിനക്ക് മനസ്സിൽ കാണാം, കാൽവരി മലയിൽ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. ആ കുരിശിൽ കിടന്നുകൊണ്ട് നിന്നെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം, നിനക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിലേറിയത്, എനിക്ക് നിന്നെ ഇത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4-5 തിരുവചനം, നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും ബഹുമാന്യനും ആയതുകൊണ്ട്. രണ്ട് കരങ്ങളും ഇങ്ങനെ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നീ വിലയില്ല എന്ന് നീ കാണുന്ന, ശാപം പിടിച്ചതാണെന്ന് കാണുന്ന, ഗതിയില്ല എന്ന് കാണുന്ന ഓരോ അവസ്ഥകളുടെ മുകളിൽ ഇതാ ഈശോ നിന്നെ പഠിപ്പിക്കുന്ന പാഠം, നിനക്ക് വിലയുള്ള വ്യക്തിയാണ്. നീ എന്നും ഇങ്ങനെ മരവിച്ച അവസ്ഥയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല, ഉണർവോടും ഉന്മേഷത്തോടും കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ കരങ്ങൾ അങ്ങനെ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിന്നെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളെ മുഴുവൻ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ചിലർക്ക് ചില സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ആ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാതെ മരവിച്ച അവസ്ഥയിൽ ഉണ്ടാവും. അപ്രതീക്ഷിതമായ ചില രോഗങ്ങളോ പീഡകളോ അവസ്ഥകളോ വന്നതിന് ശേഷം വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. ആരെങ്കിലും പറഞ്ഞൊരു വാക്കിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാവും. ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ജീവിതത്തിൽ കടന്നുപോയ ഏതവസ്ഥകളുടെ മുമ്പിലും ഇതാ ഈശോ നൽകുന്ന വലിയൊരു ഡെലിവറൻസ് നീ സ്വീകരിക്കുകയാണ്. ഈ ശുശ്രൂഷ സമയം ഈ പോട്ടാശ്രമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു വിടുതലാണ് സംഭവിക്കുന്നത്. നിന്നെ ഇത്രയും നാളും കെട്ടിയിട്ടിരിക്കുന്ന അപ്രകാരമുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നീ ചിന്തിക്കുന്ന എല്ലാ വിപരീത ചിന്ത അനുഭവങ്ങളിൽ നിന്ന് ഇതാ ഈശോ നിനക്കൊരു ഡെലിവറൻസ് നൽകുകയാണ്. കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ മനസ്സിൽ കാണണം, കുരിശിൽ കിടക്കുന്ന ഈശോ നിനക്ക് വേണ്ടി ഇതാ സ്നേഹത്തോടെ നോക്കുകയാണ്. നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയാണ്. നിന്റെ ജീവിതം തകർന്നതല്ല, നിന്റെ ജീവിതം നശിച്ചതല്ല, നീ മരവിപ്പിൽ കഴിയേണ്ട വ്യക്തിയല്ല, മറിച്ച് നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവേ, എനിക്കിത് മനസ്സിലാക്കാൻ, എൻ്റെ ബോധ്യതലത്തിൽ കൊണ്ടുവരാൻ എന്നിൽ അങ്ങ് ഇടപെടണമേ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈ ശരീരം സമർപ്പിച്ച്, ഈ ബുദ്ധി സമർപ്പിച്ച്, ആലോചനകൾ സമർപ്പിച്ച്, ഇന്നോളമുള്ള അനുഭവങ്ങൾ സമർപ്പിച്ച് യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം, യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം, കാൽവരി മലയുടെ ഉയരത്തിൽ നിന്നൊഴുകുന്ന അത്ഭുത തിരി രക്തം, വിശുദ്ധ കുരിശിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി നിന്നെ വിടിവിക്കുകയാണ്, നിന്നെ വിടിവിക്കുകയാണ്. ഓ സ്വർഗത്തിന്റെ ശക്തിയെ, ഈ ശുശ്രൂഷ സമയത്ത് ചിന്തിക്കുന്ന ചിന്തകളെ, വികാര വിചാരങ്ങളെ, ആലോചനകളെ ഈശോയെ അങ്ങ് വിടിവിക്കണമേ. എല്ലാ വ്യക്തികളും നന്നായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. ഈ ഭൂമിയിൽ നിനക്ക് വിളിക്കാൻ ഒരു പേരുണ്ട്. ഈ ഭൂമിയിൽ നിനക്ക് കരയാൻ ഒരു പേരുണ്ട്. നീ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരുവനുണ്ട്. ഈശോയേ, പോരാ 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 പോരാ, വിളിച്ച 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 ഈശോയേ, വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അത്ഭുത ശക്തി വെളിപ്പെടുന്നു. ആരാധന ആരാധന ആരാധന. കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവ് ഇത് എന്നിൽ സംഭവിക്കുന്നു. ആമേൻ. യെസ്, പോരാ, നന്നായിട്ട് കൈയടിച്ചേ. കർത്താവേ, അങ്ങനെക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നന്ദി, വിടുതലിന് നന്ദി, കെട്ടഴിക്കുന്നതിന് നന്ദി, എൻ്റെ ബുദ്ധിയെ കർത്താവ് വിശുദ്ധീകരിക്കുന്നതിന് നന്ദി, എൻ്റെ ഓർമ്മകളെ വിശുദ്ധീകരിക്കുന്നതിന് നന്ദി. പോരാ, നല്ല കൈയടി. യെസ്, കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ ശക്തിയോടെ. ആമേൻ. കഴുകണമേ, കാക്കണമേ, പ്രാർത്ഥിച്ചേ. മുക്കണമേ,
കഴുകണമേ, കാക്കണമേ. യേശുവേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം നൽകണമേ. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, ശിരസ് മുതൽ ഉള്ളംകാലം വരെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കണമേ. ഒരു പുതിയ അഭിഷേകം നൽകണമേ. ദൈവിക ശക്തി ഉണ്ടാവട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. യേശുവേ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിച്ചേ വിളിച്ചേ യേശുവേ, നിന്റെ കരുണയിൽ ഈശോ, നിന്റെ കരുണയിൽ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിനക്ക് എത്രത്തോളം സ്വരമുയർത്തി വിളിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി എന്റെ ഈശോയേ, വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെ മാറ്റുന്ന ദൈവമേ, ഞങ്ങളുടെ ബോധ മനസ്സിനെ, ഉപബോധ മനസ്സിനെ, അബോധ മനസ്സിനെ വിശുദ്ധീകരിക്കുന്നവരെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വലിയ അഭിഷേകം വെളിപ്പെടട്ടെ, വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു, അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അനേകരെ കർത്താവ് സ്പർശിക്കുന്നു. ആത്മഹത്യ ചിന്തയിൽ കഴിയുന്ന ഒരു സ്ത്രീയെ കർത്താവ് വിടിവിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ജസമ്മ എന്ന പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. അനേകരെ കർത്താവ് ഭരിക്കുന്നു. തലയ്ക്കകത്തുള്ള തെറ്റായ ചിന്തകളെ ഈശോ എടുത്തു മാറ്റുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തെറ്റായ ചിന്ത അനേകരുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. വിളിച്ച 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 പോരാ 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 പോരാ. ഭാഷാവരത്തിലൊക്കെ കൃപയുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ, അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചേ. സകല തിന്മയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ, ഭാരങ്ങൾ കർത്താവ് അഴിക്കട്ടെ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഭവങ്ങളും ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. എല്ലാ അനുഭവങ്ങളും ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. എല്ലാ അനുഭവങ്ങളും ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ അങ്ങ് കമിഴ്ത്തി വെച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് അതിശക്തമായ കൃപയാണ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവ സാന്നിധ്യം നിന്റെ ശരീരത്തിലും മനസ്സിലും വികാര വിചാരങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരെ. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഈശോയ്ക്കറിയാം, ഈശോയ്ക്കറിയാം, ഈശോയ്ക്ക് നിന്നെ അറിയാം. നിന്നോടാണ് പറയുന്നത്. വിവാഹം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഭർത്താവ് നിന്നോട് പറയുന്നു, നിന്നെ എനിക്ക് വേണ്ട. കർത്താവേ, ഞാനിത് എവിടെ പോകും? ഭർത്താവിന്റെ മറ്റൊരു തെറ്റായ ബന്ധത്തിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഭാര്യയെ, നീ വിഷമിക്കണ്ടെന്ന്. നീ എന്നും ഈ ശപിക്കപ്പെട്ട അവസ്ഥയിലല്ലെന്ന്. നിനക്ക് അനുഗ്രഹമുണ്ട്. നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൽ നിന്നെ വിഷമിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല അനുഭവങ്ങളിലും നിന്നെ വിഷമിപ്പിച്ചവര്, കണ്ണുനീര് കുടിപ്പിച്ചവര്, നിന്നെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവർ, നിന്റെ ജീവിതത്തിൽ നീ എന്നും ശാപമാണെന്ന് പറഞ്ഞ അനേകരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ തീരുമാനം ഞാൻ ഇവിടെ എടുക്കുന്നു.
രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് നമ്മൾ സ്വയം പറയണം. ഈ സമയത്ത് ചിലരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും. വർഷങ്ങൾക്ക് മുമ്പുള്ള ചില സംഭവങ്ങൾ തെളിഞ്ഞു വരും. ചില ആളുകളുടെ പേരുകൾ ഓർമ്മയിൽ വരും. ഇന്നോളമുള്ള ചില കൈപ്പേറിയ അനുഭവങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരും. ആ സംഭവങ്ങൾ ഓരോന്നും ഈ അൾത്താരിൽ സമർപ്പിച്ച്, കർത്താവേ, അത് അനുഗ്രഹമാണ് കർത്താവേ, ഈ വ്യക്തി ഒരു അനുഗ്രഹമാണ് കർത്താവേ, ഇങ്ങനെ ഉണ്ടായത് നന്നായി കർത്താവേ, നീ നിന്നോട് തന്നെ പറയണം. ഇത്രയും നാൾ നീ ചിന്തിച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ ഉണ്ടായത് നാശമായി, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായത് ദുഃഖമായി, എനിക്കിങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗതിയില്ലാതെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്ന നിന്റെ ചിന്തകളോട് നീ ഇതാ പറയുകയാണ്, എൻ്റെ യേശു എന്നെ ഭരിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നീ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിനക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും അനുഗ്രഹമാണെന്ന് പ്രഖ്യാപിക്കുക. നീ നിന്നോട് തന്നെ പറയുക, എനിക്കിങ്ങനെ ഉണ്ടായത്, എന്നെ ഇയാൾ ചതിച്ചു, കർത്താവേ, അതൊരനുഗ്രഹമാക്കി ഞാൻ സ്വീകരിക്കുന്നു. എന്നോട് ഇയാൾ ഇങ്ങനെ പെരുമാറിയത്, കർത്താവേ, ഞാനൊരു അനുഗ്രഹമായിട്ട് സ്വീകരിക്കുന്നു. എനിക്ക് കിട്ടേണ്ട സ്ഥാനം, എനിക്ക് കിട്ടേണ്ട അംഗീകാരം, എനിക്ക് കിട്ടേണ്ട അവസരം, എനിക്ക് കിട്ടേണ്ട ജോലി, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ട അനേക കാര്യങ്ങൾ തട്ടിയെടുത്തവര്, കർത്താവേ, മാനുഷികമായി എൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, വലിയ തിരിച്ചറിവിൽ ഞാനിതാ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്കങ്ങനെ ഉണ്ടായത് നന്നായി കർത്താവെ, ആ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി നന്നായി കർത്താവെ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, ആ വിഷയങ്ങൾ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ മേഖലകളും ചിന്തിക്കുക. സ്വന്തം ഭർത്താവിനെ ശാപമായിട്ട് കണക്കാക്കുന്നുണ്ടോ? സ്വന്തം ഭാര്യയെ ശാപമായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഇയാളെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ഗതികേട്. അല്ല, ഇത് കർത്താവ് അറിയാതെയല്ല. നിന്റെ തീരുമാനങ്ങൾ നിനക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും കർത്താവിന് തെറ്റുപറ്റില്ല. കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരാളെ തന്നതിന് നന്ദി. നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്ത ദൈവവിളിയിൽ ഒരുപക്ഷെ ഏതെങ്കിലും പുരോഹിതരോ സമർപ്പിതരോ സിസ്റ്റേഴ്സ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈ ദൈവവിളി എടുത്തുപോയി, ഇതിനെ ഓർത്ത് നീ ദുഃഖിക്കുന്നുണ്ടോ? ഇതെനിക്ക് പറ്റിയ വഴിയല്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ബലഹീനതകൾ എൻ്റെ ഈ ജീവിത വഴിക്ക് പറ്റുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇതാ ഈ അൾത്താര നിന്നോട് പറയുന്നു, പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ അവസ്ഥ എനിക്കറിയാം. നിനക്കുണ്ടായ എല്ലാ അനുഭവങ്ങൾ അനുഗ്രഹമാണ്. നിന്നെ പൗരോഹിത്യ വിളിയിൽ ഉറപ്പിച്ചു നിർത്താൻ, നിന്നെ സന്യസ്ത വിളിയിൽ ഉറപ്പിച്ചു നിർത്താൻ, സമർപ്പണ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ നിനക്കുണ്ടായ അനുഭവങ്ങളാണ്. അതെല്ലാം നീ നിന്നോട് തന്നെ പറയണം, നീ നിന്നോട് തന്നെ വിശ്വസിക്കണം, നീ നിന്നോട് തന്നെ ഏറ്റെടുക്കണം. കർത്താവേ, എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും പത്രോസ്ലീഹ നിന്നോട് പറയാണ്, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും കർത്താവേ, അത് അനുഗ്രഹമാണ്. നീ നിന്നോട് തന്നെ വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തണം. എന്തെന്നറിയോ? നമ്മൾ തലയിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചത്, ഈ ഓർമ്മകളും ഈ സംഭവങ്ങളും വ്യക്തികളും അനുഭവങ്ങളും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചിലരുടെ ഉള്ളിൽ വർഷങ്ങളുടെ പഴക്കം, ചില ഉള്ളിൽ പറ്റുന്നില്ല. അതെല്ലാം ദേ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോണം. കർത്താവേ, ഈ കൈകളിലുണ്ട് അതെല്ലാം. ഞാൻ അനുഭവിച്ചത് മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഇന്ന് ഈ അൾത്താരുടെ മുമ്പിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. ഞാൻ അനുഗ്രഹിക്കാനൊരു തീരുമാനം. അനുഗ്രഹിച്ചാൽ അതൊരു വിത്താണ്. ആ വിത്ത് പൊട്ടിപ്പുറപ്പെടും. ഈ വിത്ത് നീ അനുഗ്രഹമായിട്ട് സ്വീകരിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോണം. കർത്താവേ, ഇതേ സംഭവങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ നുറുങ്ങുന്ന അനുഭവങ്ങൾ മുഴുവൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാം. കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാം. എനിക്കുണ്ടായ പരാജയം, എനിക്കുണ്ടായ തെറ്റായ തീരുമാനം, അബദ്ധങ്ങൾ, എൻ്റെ ജീവിതത്തിലെ പാപവഴികൾ, എൻ്റെ ജീവിതത്തിലെ ഓരോ വാക്കുകളും കർത്താവേ, അങ്ങേക്കറിയാം. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മുഴുവൻ സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പേരെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ബലപ്പെടുത്തുന്നു കേട്ടോ. ഒത്തിരി പേരുടെ ഉള്ളിൽ വലിയ ആനന്ദം നിറയുന്നു. ഒത്തിരി പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു.
എൻ്റെ സഹോദര സഹോദരി, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിനക്കൊരു ഗിഫ്റ്റ് നൽകുകയാണ്. അനുഗ്രഹത്തിന് കിട്ടണമെങ്കിൽ അനുഗ്രഹിച്ചേ പറ്റൂ. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവർ അനുഗ്രഹിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇത്രയും നാൾ നമ്മൾ ചിന്തിച്ച ചിന്തയല്ല ഇപ്പോ തീരുമാനിക്കുന്നു. കർത്താവെ, ഈ ഉയർത്തിയ കൈകൾ അനുഗ്രഹത്തിന്റെ കരങ്ങളാണ്. ഇത് ശാപത്തിൻ്റെതല്ല, നിന്ദനത്തിൻ്റെതല്ല, അനുഗ്രഹത്തിന്റെ കരങ്ങളാണ്. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനസ്സിൽ അങ്ങനെ പലരെയും കണ്ടൊന്ന് അനുഗ്രഹിച്ച്, നിന്റെ വീട്ടിലുള്ളവരെ അനുഗ്രഹിച്ച്, നിന്റെ മക്കളെ അനുഗ്രഹിച്ച്, നിന്റെ ഇന്നോളമുള്ള അനുഭവങ്ങളെ അനുഗ്രഹിച്ച് മനസ്സിൽ കാണണം. വ്യക്തികളെ മനസ്സിൽ കാണണം. എന്നിട്ട് അവർ അനുഗ്രഹിക്കുന്നത് മനസ്സിൽ കാണണം. കർത്താവേ, ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ അനുഗ്രഹിക്കുന്നു. വ്യക്തികളുടെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ചോ, വ്യക്തികളുടെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ചോ. നിന്റെ സാന്നിധ്യ ശക്തി, ഇത് അൾത്താരിൽ നിന്ന് ഒഴുകുന്ന സാന്നിധ്യ ശക്തി നിന്നിലേക്ക് ഒഴുകുകയാണ്. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ഒരു സഹോദരനോടാണ് കർത്താവ് പറയുന്നത്, മകനെ, നിന്റെ രോഗം എനിക്കറിയാം, നീ വിഷമിക്കേണ്ടെന്ന്, നീ വിഷമിക്കേണ്ടെന്ന്. ഡേവിഡ് എന്നൊരു പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് പറയുന്നു, മകനെ, നീ വിഷമിക്കണ്ട, നിന്നെ കർത്താവിനറിയാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ഞാൻ കർത്താവെ തീരുമാനമെടുക്കുന്നു. അനുഗ്രഹിക്കാനുള്ള തീരുമാനം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട എൻ്റെ സഹോദര സഹോദരി, ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ ഒന്ന് സ്തുതിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. ആബാ പിതാവേ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ സ്തുതിക്കുന്നു, ഓ ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക.